ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്സ് ബുട്ടീക്ക്. അപ്പോൾ ജാക്സ് ബുട്ടീക്ക് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യാനാണ്. ഇന്നാണ് നമ്മുടെ വിന്നറിനെ ഞാൻ ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സാറ്റർഡേ 12-ാം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും. അപ്പോൾ ഞാൻ കമൻ്റ് എല്ലാം വായിച്ചു. എല്ലാവരും നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കമൻറ്റ് ഇട്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളിനെ മാത്രമേ എനിക്ക് ചൂസ് ചെയ്യാൻ നിർവാഹമുള്ളൂ. എനിക്ക് ഒരുപാട് പേർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനി പോകെ ചിലപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ഒന്നാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ നല്ല ഉയർച്ചയിൽ വളരെ ഉയരങ്ങളിലെത്തുമ്പോൾ നിങ്ങൾക്ക് 1, 2, 3, 5 ഗീവ് അവേ വിന്നറിനെ ഞാൻ ചൂസ് ചെയ്യും. അപ്പോൾ തൽക്കാലം എനിക്ക് ഒരെണ്ണം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് കമൻറ്റ്സ് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് അവരുടെ അടുത്തൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. വിഷമമൊന്നും തോന്നരുത്. ഞാനിപ്പോൾ ഒരാളിനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ സാരിയുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിന്നറെ ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ അവരെന്നെ വാട്സപ്പിൽ എൻ്റെ നമ്പർ അറിയാമല്ലോ, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ചൂസ് ചെയ്തിട്ട് അവർ ചൂസ് ചെയ്യുന്നത് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗീവ് അവേ വിന്നറെ അനൗൺസ് ചെയ്യാനായിട്ട് ഞാനിന്നൊരു ചീഫ് ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വിശിഷ്ട അതിഥിയെ ഞാനിവിടെ ക്ഷണിക്കുകയാണ്. ഓക്കെ, വന്നോളൂ. ദിസ് ഈസ് മൈ ചീഫ് ഗസ്റ്റ്. ഇതെൻ്റെ മൂത്ത മോളാണ്, ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. വീഡിയോയിലൊന്നും അധികം വരാത്ത ആളാണ്. അപ്പോൾ എൻ്റെ മോളാണ്, ഗൗരി എന്നാണ് പേര്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നീറ്റ് ആസ്പിറൻസ് ആണ്. അപ്പോൾ മെയ് 4-ാം തീയതി എക്സാമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിന്നറെ ചൂസ് ചെയ്യുന്നത് അവളാണ്. ഓക്കെ, അപ്പോൾ അവൾ തന്നെ എടുത്തോട്ടെ. ഞാനിതെല്ലാം എൻ്റെ ഫസ്റ്റത്തെ ഗീവ് അവേ ആണ്. അപ്പം ഞാനെല്ലാം സെറ്റാക്കിയൊക്കെ എല്ലാവരുടെ പേരും ഞാനതിൽ എഴുതി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരെണ്ണം ഞാൻ അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരെണ്ണം എടുത്തോ. നോക്കാം. അപ്പം നമുക്ക് നോക്കിയാലോ. എന്തോ സോറി കേട്ടോ, എൻ്റെ മോള് പേര് വായിച്ചത് തെറ്റിപ്പോയി, ക്ഷമിക്കുക. ഞാനാണ് എഴുതിയത്, അതുകൊണ്ട് അവൾക്ക് വായിക്കാൻ പറ്റിയില്ല. പ്രിയത രാജേഷ്, അല്ല സോറി, അയ്യോ വീണ്ടും തെറ്റിപ്പോയി. പ്രിയത ശ്രീരാജിന് കൺഗ്രാറ്റുലേഷൻ. എനിക്കറിയില്ലതാ, ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ക്യാമറ തിരിച്ചു വെച്ചേക്കണമെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പ്രിയത എങ്ങനെയാണ് കാണിക്കുന്നത്? പ്രിയത ശ്രീരാജ് ആണ് കമന്റ് ചെയ്തിട്ടുള്ള വ്യക്തി. ഓക്കെ, പ്രിയത ശ്രീരാജ് ആണ് നമ്മുടെ വിന്നർ. അപ്പൊ പ്രിയത ശ്രീരാജ് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ തന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോസിനും കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് എനിക്ക്. അവരുടെ അടുത്തൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയും ഗീവ് അവേ വരും, അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കുക. അപ്പോൾ ആരും വിഷമിക്കരുത്. അപ്പോൾ ഇനി അടുത്ത് അപ്പോൾ പ്രിയത ശ്രീരാജ്, എനിക്കൊരു രാജേഷ് ഉള്ളത് കാരണമാണ് ഇപ്പോൾ എനിക്ക് ആ പേര് വായിക്കാത്ത വരുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ. പ്രിയത ശ്രീരാജ് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗീവ് അവേ അനൗൺസ്മെൻറ്റ്. ഞാൻ ലൈവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് അതിനെക്കാളും ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ലൈവിലാകുമ്പോൾ ആരും വരത്തുമില്ല. നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയത ശ്രീരാജിനാണ്. പ്രിയതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 മൊഡാൽ സിൽക്കിൽ വരുന്ന മൊഡാൽ സിൽക്കിൻ്റെ സെമി മൊഡാൽ സിൽക്ക് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പിലുള്ള സാരീസാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. നല്ല രസമുള്ളൊരു സ്ട്രൈപ്സ് ആണ്. നല്ലൊരു ഈ ഒരു ബ്ലൂ തന്നെയാണ് വരുന്നത്. ബ്ലൂവിൽ വൈറ്റ് കളറിലുള്ള ലൈൻസ് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഒരു ബോർഡറാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള ഒരു ബോർഡർ, സിക്സാക് പാറ്റേൺ ആണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രൈപ്സ് ആണ്. നമ്മൾ ഇങ്ങനെയല്ലേ സാരി യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.
ഇതതിൻ്റെ ബ്ലൗസാണ് വരുന്നത്. ഡോട്ടിൽ വരുന്ന ഒരു ബ്ലൗസ്. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് ഡോട്ടാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസൊക്കെ പെയർ ചെയ്യാം. ഇതിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഡോട്ട് വരുന്നതാണ്. ഇങ്ങനെ ബ്ലൗസിൻ്റെ ബോർഡറിൽ വന്നിട്ട് ഇങ്ങനെ ലൈൻസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുന്താണി ഭാഗം വന്നിട്ട് നല്ല രസമുള്ളൊരു മുന്താണിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. നല്ലൊരു ബോർഡറാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി ഭാഗം. നല്ലൊരു ബ്ലാക്ക് ആൻഡ് നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഉടുക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ടിരിക്കും. അത്രയ്ക്ക് നല്ലൊരു സാരിയാണ്. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല രസമുള്ള സാരിയല്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഓക്കെ, ഇതിൽ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു കുഞ്ചലം കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ചലമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിക്കൊന്നും വേണ്ട. നല്ല രസമുള്ള സാരിയാണ്. സൈഡിൽ അടിക്കൊന്നും വേണ്ട. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാരിയാണ്. നല്ല നീലയാണ് കേട്ടോ. നല്ലൊരു രസമുള്ള സാരിയാണ്. നമ്മൾ ഉടുത്തിട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇവിടുന്ന് വാങ്ങിയേ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കളർ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു ഓവറോൾ ലുക്ക് വന്നിട്ട് ഈ ഒരു പിക്ചർ കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടല്ലോ, ഇതാണ് ഈ ഒരു സ്ട്രൈപ്സിൽ ബ്ലാക്ക് ബോർഡർ. മറ്റേതിൽ ബ്ലൂ ആണ്, ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കണ്ടല്ലോ. ഇനി നമുക്ക് സാരി കണ്ടിരിക്കും. കണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡർ, സിക്സാക് പാറ്റേൺ. ഇതിൻ്റെ പല്ലു ഭാഗം ഈ ഒരു ഡിസൈനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നിവർത്തി നോക്കാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സാരിയുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ലൈൻസ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, സിക്സാക് പാറ്റേണിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റ് ആണ്, ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ്. ഓക്കെ, നല്ല രസമായിരിക്കും. നമ്മൾ ഉടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. കണ്ടോ, ബ്ലൗസും അതിൻ്റെ മുന്താണിയും സെയിം ആണ്. ഇതാണ് ഇതിൻ്റെ പല്ലു. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പല്ലു വന്നിട്ട്. നല്ല രസമാണ്. ഉടുക്കുമ്പോൾ നന്നായിരിക്കും. അത്ര മനോഹരമായിട്ടുള്ള സാരിയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിലും പല്ലുവിൻ്റെ അറ്റത്തും ഇതുപോലെ വന്നിട്ട് സിക്സാക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ചലവും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കുഞ്ചലമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമാണ് ഉടുക്കുമ്പോഴത്തേക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇപ്പോൾ പട്ട് സാരിയൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ വെറൈറ്റി സാരികളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമുള്ള സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല രസമില്ലേ. ഞാൻ ഈ ബ്ലൗസ് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല രസമില്ലേ. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സാരിയുടെയൊക്കെ പ്രൈസ് വന്നിട്ട് 900 ആണ്. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. 900 ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇപ്പോൾ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 900 ആണ്. ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ പ്രിയത ശ്രീരാജ് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ എല്ലാവരും തന്നെ മറന്നു പോകാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിന് ചില വീഡിയോസൊന്നും ആരെല്ലാം എത്തുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗിവ് അവേ വിന്നർ കിട്ടാത്തവരാരും വിഷമിക്കരുത്. ഇനിയും വരുന്നതാണ് ഗിവ് അവേ ഒക്കെ. മാസത്തിൽ ഒരു ഗിവ് അവേ എങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വളർച്ച പോലെ ഇരിക്കും അതെല്ലാം. അപ്പം നിങ്ങളുടെ കയ്യിലാണ് എല്ലാം തന്നെ. ഓക്കെ, പുതിയൊരു
വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.